ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. എൻ്റെ അമ്മച്ചി വീട്ടിൽ ഫിഷ് മോളി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കരിമീൻ കിട്ടുന്ന സമയത്ത് മാത്രമാണ്. വേറെ ഒരു മീൻ കൊണ്ടും ഫിഷ് മോളി ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിൽ ഫിഷ് മോളി ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും ചോറുണ്ണാൻ വളരെ താല്പര്യമായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതേ ചേരുവകൾ ചേർത്തുള്ള ഫിഷ് മോളിയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. പോർഗീസ് ആണ് ഞാൻ ഫിഷ് മോളിക്ക് എടുത്തിരിക്കുന്നത്. പോർഗീസ് നമ്മുടെ നാട്ടിലത്തെ കരിമീൻ പോലെ തന്നെയുള്ള ഷേപ്പും ഉള്ള മീനാണ്. ഇനി ഞാൻ മീൻ ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യം ഈ ഇതൊക്കെ കണ്ടിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ ചെതുമ്പൽ നമുക്ക് ചെത്തിയെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ചെത്തുമ്പോൾ ദശയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ടോയെന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് നോക്കാം. അതുപോലെ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള നൈഫാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ സ്കെയിലെടുത്ത് കളയാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കരിമീനും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വേറെ ഒന്നും ഇരിപ്പില്ല, വളരെ നല്ല ക്ലീനായി. ഇനി ഇതിൻ്റെ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മീനിൻ്റെ മറുവശമാണ്. ഈ സൈഡും ഇതുപോലെ തന്നെ നമ്മൾക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി ഇത് മുഴുവൻ ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ബാക്കി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ മീനിൻ്റെയും കരിമീനിൻ്റെയും സൈഡിലുള്ള മുള്ള് ഇച്ചിരി കട്ടിയുള്ളതാണ്. അത് കണ്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്വല്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കണ്ടിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ കണ്ടിച്ചു മാറ്റാൻ പറ്റും. മീൻ കഴുകി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വരഞ്ഞ് ഇതിൽ അരപ്പ് പുരട്ടണം. ഇതുപോലെ ഡീപ്പായിട്ട് മുറിക്കണം, മുറിഞ്ഞ് പോകരുത്. മീനിൽ പുരട്ടാനുള്ള അരപ്പിന് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനിഗർ. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത്, സ്വല്പം വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി, കുറച്ചായിട്ട് ഒഴിക്കുക. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് പുരട്ടുകയാണ്. ഞാൻ കൈകൊണ്ടാണ് പുരട്ടുന്നത്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഈ മീൻ ഞാൻ 2 കഷ്ണമായിട്ടാണ് മുറിച്ചത്. 3 മീനുണ്ടായിരുന്നു. ഇതിപ്പോൾ 6 കഷ്ണമുണ്ട്. മീനിൽ അരപ്പ് പുരട്ടി ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് കവർ ചെയ്ത് 1/2 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കുകയാണ്. മീൻ വറുക്കാൻ തുടങ്ങുകയാണ്. 1/2 മണിക്കൂർ മീൻ റെഫ്രിജറേറ്ററിലായിരുന്നു. 15 മിനിറ്റ് മുൻപാണ് ഇത് ഞാൻ പുറത്തെടുത്ത് വെച്ചത്. മീൻ വറുക്കാനായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 2-3 തണ്ട് കറിവേപ്പില ഇടുകയാണ്.
അത് മീൻ വറുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മറിച്ചിടാനായിട്ട് ഇത് എളുപ്പവുമായിരിക്കും. മീന് മറിച്ചിടാൻ പോവുകയാണ്. ഇതിപ്പോൾ ഒരു വശം വേഗം തുടങ്ങിയിട്ട് ഏകദേശം 7 മിനിറ്റോളം ആയി. ഫിഷ് മോളിക്ക് മീൻ വറക്കുമ്പോൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് രണ്ടാമത് ഒന്നും കൂടെ വേവിക്കുന്നുണ്ട്. മീൻ വെന്തു കഴിഞ്ഞു. ചട്ടിയിൽ നിന്ന് മാറ്റുകയാണ്. മീൻ വറുത്തു കഴിഞ്ഞു. ഇനി മീൻ കറിക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നല്ല ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ്. രണ്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മൂടി മാറ്റി വെക്കുകയാണ്. മീൻ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതിന് ഈ പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഇടുന്നു. 4 പച്ചമുളക് നെടുവെ പിളർന്നത്, നല്ല എരിവുള്ള പച്ചമുളകാണ്. 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, 2 വെളുത്തുള്ളി അതും നീളത്തിൽ പിളർന്നത്. ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റായി. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. സവാള വഴറ്റാൻ തുടങ്ങിയിട്ട് 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്നു. ഇതിലേക്ക് ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇത് മുഴുവനും വേകാത്തത് കൊണ്ട് സ്വല്പം ഒന്ന് വെന്തെടുക്കണം. ഇതിലേക്ക് ഞാനൊരു സ്വല്പം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് മൂടി വെച്ചൊന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റായി ഇത് വേഗം തുടങ്ങിയിട്ട് ഞാൻ ഇതൊന്ന് ഒരു വശം ഒന്ന് മറിച്ച് ഇടുകയാണ്. കനം കൂടുതലുള്ള മീനായതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചത്. കനം കുറവുള്ള മീനാണെന്ന് ഒരിക്കൽ വറുത്തെടുത്താൽ മാത്രം മതി. ഇത് മൂടി വെച്ച് 5 മിനിറ്റും കൂടെ വേവിക്കുക. ഇനിയും ഞാൻ ഫിഷ് മോളിക്കുള്ള അരപ്പ് മൂപ്പിക്കാൻ പോവുകയാണ്. അതിന് ഈ ചട്ടിയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് അവസാനം കടുക് പൊട്ടിക്കുന്നതിന് പകരം ഞാൻ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിലാണ് അരപ്പ് മൂപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എളുപ്പമായിരിക്കും. ഇതിലേക്ക് ഞാൻ കടുക് ഇടുന്നു. 1/2 ടീസ്പൂൺ കടുക്, 1 മുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് ഞാൻ ആ കുഴച്ചു വെച്ചിരുന്ന മസാല ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ്.
ഈ മസാല നന്നായിട്ട് മൂപ്പിക്കണം, അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടൊമാറ്റോ ഈ അരപ്പ് ഇതുപോലെ എണ്ണ തെളിയുന്നിടം വരെ മൂപ്പിക്കണം, എങ്കിലേ കറിക്ക് നല്ല രുചി കാണുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ ഞാൻ മീനിലേക്ക് ഒഴിക്കുകയാണ്. മീൻ ഞാൻ സ്റ്റൗവിലേക്ക് ഒന്ന് വെച്ച് ചെറുതായിട്ട് ചൂടാക്കുകയാണ്. ഒരു 1/4 കപ്പ് ക്രീം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇഷ്ടമുണ്ടെന്ന് വരിയിൽ മാത്രം ചെയ്താൽ മതി. കറിക്ക് ഒന്നും കൂടെ നല്ല കൊഴുപ്പും ടേസ്റ്റും കൂടും. തേങ്ങാപ്പാൽ മീൻ ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാനൊരു ചെറിയ ലോ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി. ഇതിലേക്ക് ഞാൻ അവസാനം 1 ടീസ്പൂൺ വിനിഗറാണ് ഒഴിക്കുന്നത്. നാരങ്ങ നീരിന് പകരം എനിക്ക് ഈ വിനിഗറാണ് കൂടുതൽ ഫ്ലേവർഫുള്ളായിട്ട് തോന്നിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിനിഗറോ നാരങ്ങ നീരോ ലാസ്റ്റിൽ ചേർക്കാം. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല. മീനിൽ നിന്ന് ഉപ്പ് ഇറങ്ങും, എങ്കിലും ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുപോലെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവി ചാറൊന്ന് കുറുകി വരികയും ചെയ്യും. ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് എരിവും ഉപ്പും എല്ലാം ഉണ്ട്. ഫിഷ് മോളി റെഡിയായി. രുചിയുള്ള ഫിഷ് മോളിയാണ് ഇത്. സാധാരണ ബ്രെഡും ഫിഷ് മോളിയുമാണ് കോമ്പിനേഷൻ. പക്ഷെ അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാം. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.